സർക്കാർ ഒരു നല്ല പദ്ധതി പ്രഖ്യാപിച്ചു എന്നാണ് ഇന്നലെ റവന്യൂ മന്ത്രി നമ്മളോട് പറയുന്നത്. ടൗൺഷിപ്പ് മായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിന് ആശങ്കകൾ ഇനി വേണ്ട എന്ന നിലപാടാണുള്ളത്. നിങ്ങളുടെ ആശങ്കകളൊക്കെ ഒഴിഞ്ഞോ? ആശങ്കകൾ ഒഴിഞ്ഞിട്ടില്ല. എന്താ കാര്യം? സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത തന്നെയാണ് കാര്യം. സർക്കാർ പറയുന്നു ടൗൺഷിപ്പിനുള്ള സ്ഥലം ഏറ്റെടുക്കൽ പദ്ധതി ഉടൻ പൂർത്തിയാവും. കൽപ്പറ്റയിലും എൽസ്റ്റോൺ എസ്റ്റേറ്റിലും ഇപ്പോൾ ടൗൺഷിപ്പ് തുടങ്ങാനാണ് സർക്കാരിൻ്റെ പരിപാടി. സർക്കാർ പറയുന്നത് ഡിസംബർ മാസം തന്നെ ഹൈക്കോടതിയിൽ തീരുമാനമുണ്ടാകുമെന്നാണ്. ആശങ്കകൾ ഒഴിഞ്ഞോ? ഇല്ല, ഇപ്പോൾ നമ്മൾ പറയുന്നത് സർക്കാർ പറയുന്നതാണ് അത് കേസായ സംഭവമാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. 2 എസ്റ്റേറ്റിലും നമുക്കറിയാം അത് യഥാർത്ഥമായ ഒരു സംഭവമല്ലാന്ന്. അപ്പോൾ നമ്മൾ വിഡ്ഢിയായി കാണുന്നതല്ലേ? പക്ഷേ സർക്കാർ പറയുന്നത് ഏകദേശം ഒത്തുതീർപ്പ് അവസ്ഥയിലേക്ക് എത്തി. സർക്കാരിൻ്റെ തീരുമാനങ്ങൾ അംഗീകരിച്ചു. സർക്കാർ പണം കൊടുത്ത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. സർക്കാർ പണം കെട്ടിവയ്ക്കാൻ തയ്യാറാണ്. അതിൻ്റെ യഥാർത്ഥ രൂപം അവർ ഇതുവരെ വിട്ടിട്ടില്ലല്ലോ. പറയുന്നു ടൗൺഷിപ്പിൻ്റെ പദ്ധതി ഇപ്പോൾ വന്നിട്ടുണ്ട്. അവിടെ 1000 സ്ക്വയർ ഫീറ്റിലുള്ള വീട് ഇതുവരെ വന്നിട്ടില്ല അരുൺ സാർ. ഈ വാക്കുകളല്ലാതെ ഇതുവരെ ടൗൺഷിപ്പിനെ കുറിച്ചിട്ട് പറയുകയല്ലാതെ അതിൻ്റെ യഥാർത്ഥ രൂപം ഇതുവരെ എത്തിയിട്ടുണ്ടോ? ഈ സ്ഥലം എടുത്തെന്നുള്ള റിപ്പോർട്ട് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. കോടതിയിൽ പോയി ആ കേസ് പോയി സർക്കാർ ഉത്തരവിറക്കിയത് അന്നേ തന്നെ ഉത്തരവിറക്കി. ഒക്ടോബർ മാസത്തിൽ തന്നെ ഉത്തരവിറക്കിയെന്നാണ് സർക്കാർ പറയുന്നത്. ഉത്തരവ് ഇറക്കിയെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിൻ്റെ യഥാർത്ഥ രൂപമോ അതിനെ എങ്ങനെ എടുത്തുവെന്നോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിനകത്തൊരു വ്യക്തതയില്ല എന്നുള്ളതാണ്. എന്താണ് ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ അഭിപ്രായം? ടൗൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണ്. സർക്കാരിലെ വിശ്വാസത്തിലെടുക്കുന്നത്. ഈ ആശങ്ക നിങ്ങൾക്കില്ല? ഇല്ലല്ല, ഒരിക്കലും ഇല്ല. ഭൂമി ഏറ്റെടുക്കും കേസാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ ആ കേസ് എത്ര കാലം നീണ്ടുപോകും? സിവിൽ കേസല്ലേ? ഈ മാസം തന്നെ തീർക്കാൻ പറ്റുന്നതാണ് ഞങ്ങളുടെ മന്ത്രി. പക്ഷേ ഇപ്പോഴും ഉടമകൾ അതിനെ അംഗീകരിക്കാൻ തയ്യാറാണോ സർക്കാരിൻ്റെ പദ്ധതി? ആ സർക്കാരിൻ്റെ പദ്ധതിയെക്കുറിച്ച് ഈ സർക്കാർ പറയുന്നല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? സർക്കാരിൻ്റെ പദ്ധതികളെ കുറിച്ചോ? ഈ ടൗൺഷിപ്പ് ഈ കേസിൻ്റെ അവസ്ഥ കേസ് ഈ മാസം കൊണ്ട് തീർക്കാൻ പറ്റുന്നതാണ് മന്ത്രി ഉൾപ്പെടെ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഈ പൈസ കൊടുക്കാതെ ഭൂമി എടുക്കുകയല്ല, അതിന് വേണ്ട ഭൂമിക്ക് വേണ്ട പൈസ കോടതിയിൽ കെട്ടിവെച്ചുകൊണ്ടാണ് എടുക്കുന്നത്. അവർ തമ്മിലുള്ള ഓണർഷിപ്പ്. കേസില്ലാത്ത സ്ഥലങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ഒരിക്കലും ഇത് എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അടുത്ത വർഷം നോക്കണം. അത് ഞങ്ങൾ പല നിവേദനത്തിലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന എൽസ്റ്റോണിലും നെടുമ്പാലയിലുമുള്ള ഈ എസ്റ്റേറ്റുകൾ നിങ്ങൾക്ക് തൃപ്തികരമാണ്? ഏറ്റവും നല്ല ഭൂമിയാണ് ഞങ്ങൾക്ക് പറ്റിയ. പ്രത്യേകിച്ച് കൽപ്പറ്റയിൽ. കൽപ്പറ്റയിലാണെങ്കിലും മേപ്പാടിയിലാണെങ്കിലും ഏറ്റവും നല്ല ഭൂമിയാണ്. ഇവിടെ ദുരന്തം ബാധിച്ച ഫസ്റ്റ് വീക്കുകളിൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ വന്നിട്ട് ഞങ്ങൾ മീറ്റിംഗ് വിളിച്ച് ചേർത്തിരുന്നു. അന്ന് ദുരന്തം ബാധിച്ച മുഴുവൻ ആളുകളും അവിടെ പങ്കെടുത്തിട്ടുണ്ട്, അവരുടെ കുടുംബങ്ങൾ. ഇവർ കൃത്യമായി ചോദിച്ചിരുന്നു നിങ്ങൾക്ക് എവിടെയാണ് വേണ്ടത്, എങ്ങനെയാണ് വേണ്ടതെന്ന്. എല്ലാവരും പറഞ്ഞത് ഞങ്ങൾക്ക് ഒരുമിച്ച് വേണം. അത് ഞങ്ങളെ ഇനി ചിതറിക്കരുത്. അതും മേപ്പാടി പഞ്ചായത്തിൽ തന്നെ വേണമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും അടുത്തുള്ള ഈ 2 ഭൂമികൾ കണ്ടെത്തിയിട്ടുള്ളത്. നിങ്ങളുടെ വീട് പോയതാണ്? തീർച്ചയായിട്ടും വീട് പോയതാണ്. നിങ്ങൾ കൽപ്പറ്റയിൽ കിട്ടിയാലും മേപ്പാടി കിട്ടിയാലും നിങ്ങൾ ഓക്കെയാണ്? പിന്നെ അല്ലേ? ഓക്കെയാണ്. എത്രയും പെട്ടെന്ന് കിട്ടണമെന്നേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് കേസ് നീണ്ടുപോകരുത്. കാരണം ഒരാൾ അമിത വാടക കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് ഞങ്ങൾക്ക് വിശ്വാസമാണ്. ഞങ്ങൾ ഇപ്പോൾ ഇത്രയും കാലം നമുക്ക് ഗവൺമെൻറ് പറഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഈ പുനരധിവാസം ഒഴികെ ബാക്കിയല്ല, അതായത് സ്ഥലം ഏറ്റെടുപ്പ് ഒഴികെ ബാക്കിയെല്ലാം ഓക്കെയാണ്. നിങ്ങൾക്ക് 300 രൂപ കിട്ടുന്നുണ്ടോ മാസം? ഉണ്ട്. ഇപ്പോൾ ദിവസം കിട്ടിയത് 3 മാസത്തെ കൃത്യമായിട്ട് കിട്ടി. 3 മാസത്തെ കൃത്യമായിട്ട് കിട്ടി. മാസവാടക ഞാൻ ഗവൺമെൻറ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നത്. പക്ഷേ ഗവൺമെൻറ് ക്വാർട്ടേഴ്സിലുള്ള ആളുകൾ അമിത വാടക കൊടുത്തു വാങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് വേണമെന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് നിലവിൽ മറ്റാശങ്കകളൊന്നുമില്ല? ഇല്ല. എന്താണ് അവസ്ഥ? ചൂരൽമലയിൽ എനിക്കൊന്നു 8-9 മനുഷ്യരെ നഷ്ടപ്പെട്ടു അല്ലേ? അതെ. എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും, അച്ഛനും അമ്മയും സഹോദരിയുടെ മകനും, ഞങ്ങളെ കൂടപ്പുറപ്പുകൾ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് കുടുംബങ്ങളിൽ തന്നെ 9 ആളുകളാണ് അതിൽ പോയത്. ഇതുവരെയായിട്ട് എൻ്റെ അമ്മേൻ്റെതായിട്ടൊന്നും യാതൊരുവിധ വിവരവും ഇല്ല. അമ്മ എവിടെയാണ് ഇപ്പോൾ? പുത്തുമല ബോഡിയാണ്. ബാക്കി എല്ലാവരുടെയും കാര്യത്തിൽ ഒരു കിട്ടിയിരുന്നു അല്ലേ? അമ്മയുടെ മാത്രമാണോ എനിക്ക് കിട്ടാനുള്ളത്? അമ്മയുടെയും എൻ്റെ അനുജത്തിൻ്റെ മകൻ്റെതും ആയിട്ടുള്ളതായിട്ടൊന്നും യാതൊരു DNA മാച്ച് ചെയ്തിട്ടില്ല കിട്ടിയതിലൊന്നും? ഇല്ല, കിട്ടിയിട്ടില്ല. ബാക്കി എവിടെയാണെന്ന് തിരയാനും ഇനിയിപ്പോൾ കഴിയില്ല അല്ലേ? എവിടെയാണെന്ന് തിരയാനും കഴിയില്ല. ഇപ്പം നമുക്ക് പുത്തുമല തിരിച്ചറിയാത്ത ബോഡികളൊക്കെ അവിടെ അടക്കം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ ഉണ്ടോ ഇല്ലയെന്നൊന്നും നമുക്കറിയാത്തൊരു വേദനയിലാണ് ഇപ്പോഴും. ഈ 4 മാസം കഴിഞ്ഞു, 5ാമത്തെ മാസമാണ്. ഡെത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും സർക്കാർ ഒരു നടപടി എടുക്കും എന്ന് പറയുക. ക്ലാരിറ്റി വന്നിട്ടില്ലല്ലേ? ഒരു ക്ലാരിറ്റി ഇതുവരെ ആയിട്ട് വന്നിട്ടില്ല. അപ്പം നമ്മളെപ്പോലെയുള്ള ദുരന്തബാധിതരായിട്ടുള്ള 9 പേരാണ് പോയതല്ലേ? 9 പേരാണ് പോയത്. ഇപ്പോൾ എവിടെ താമസിക്കുന്നത്? ഇപ്പോൾ കൽപ്പറ്റ വെയർ ഹൗസിൻ്റെ അടുത്ത് ആണ്. ഈ നിലവിൽ സർക്കാർ ചെയ്തു തന്ന കാര്യങ്ങളിലൊക്കെ തൃപ്തിയുണ്ടോ? ചെയ്തു തരുന്ന കാര്യം വാടക കൃത്യമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുടുംബത്തിൽ 2 പേർക്ക് 9,000 എന്നുള്ളത് ഈ ഒരു 4 മാസം കഴിഞ്ഞതിന് ശേഷമാണ്. ഉദ്യോഗസ്ഥന്മാരുടെ രീതിയിലാണെങ്കിൽ വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് നേരിടേണ്ടത്. എന്താ കാര്യം?
അത് ഞാൻ ജോലി ചെയ്തിരുന്നത് ഇതിനു മുമ്പ് ഇവിടെയല്ലേ, ചേളാരി പറയുന്ന സ്ഥലത്തായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ എൻ്റെ വീട് സ്കൂൾ റോഡിനാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഇല്ലല്ലോ, പിന്നെ എൻ്റെ ഭാര്യേൻ്റെ അഡ്രസ്സ് ഞാൻ ഇങ്ങോട്ടേക്ക് ചേഞ്ച് ആക്കിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇവിടുത്തെ നേറ്റീവ് പ്ലേസിലുള്ള ആളല്ല എന്ന് പറഞ്ഞുകൊണ്ട് 9,000 എന്നെ നിഷേധിക്കുകയും അതിൻ്റെ പുറകാലെ കുറേ നടന്നിട്ടാണ് ഈ ഒരു 9,000 അതിന് നടന്നതിന് പരമായിട്ട് കുറേ മാനസികമായിട്ട് വിഷമം. ഈ ടൗൺഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ? ഇപ്പൊ കണ്ട സ്ഥലങ്ങൾ നിങ്ങൾ ഓക്കെയാണോ? എൽസ്റ്റോണും നെടുമ്പാലി സ്ഥലങ്ങൾ രണ്ടും ഓക്കെയാണ്. പക്ഷെ ഇതുവരെ ആയിട്ടും അതിനൊരു നിലപാട് ഇതുവരെ എന്താണ് കൃത്യമായിട്ടുള്ളൊരു നടപടി മുന്നോട്ട് ഇതുവരെ എന്താണ് ബാക്കി അവസ്ഥ? ഒരു നിമിഷം. ഇതുവരെ കേന്ദ്ര സർക്കാർ പാക്കേജ് നൽകിയില്ലെന്നാണ് പരാതി. ഇവിടെ ഭൂമി പോലും കണ്ടെത്താൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല. അപ്പോൾ പാക്കേജ് ലഭിച്ചതിന് പണം കിട്ടിയാൽ വരെ ഇത് തൊട്ടടുത്തല്ലേ, ഇവിടുത്തെ 5 കിലോമീറ്റർ അടുത്തല്ലേ കിട്ടണ്ടേ? സ്ഥലം റെഡി ആയിട്ടില്ലല്ലോ, ഇതുവരെ കേസ് കിടക്കുന്നതാണ്. അതിന് യാതൊരു തരത്തിലുള്ള തീരുമാനവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതുവരെ കേന്ദ്ര സർക്കാർ ഈ കേസ് എന്ന് അവസാനിക്കുമെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഇതിനു വേണ്ടി ഇങ്ങനെ കേന്ദ്ര സർക്കാരിന് എതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നല്ലാതെ ഇതുവരെ ഈ മാസം കേസ് അവസാനിക്കുമെന്നാണ് റവന്യൂ മന്ത്രി പറയുന്നത്. പറയുന്നതല്ലേ, കേസ് നടത്തിയാൽ നമുക്കറിയാലോ എന്താ സംഭവം. ഇവരൊരു മറുപടി പറയുമ്പോൾ അതിൻ്റെ അപ്പുറത്തെ മറുപടി ആ കേസ് കൊടുത്തവരും വാങ്ങിയവരും ഉണ്ടാവും. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ അടുത്ത കാലത്ത് നടക്കാൻ പോകുന്ന കാര്യമല്ല. അപ്പോൾ ഈ കേസ് എല്ലാത്ത ഭൂമി നോക്കേണ്ട ഒരു ഉത്തരവാദിത്തം 5 മാസമായി. ഇത് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചോ ഇതുവരെ? കേസില്ലാത്ത ഭൂമി കണ്ടെത്താൻ പറ്റിയിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. എന്താ ആ ചോദ്യമല്ലേ? അതായത് കേസില്ലാത്ത ഭൂമി കണ്ടെത്തേണ്ടിയിരുന്നോ എന്നാണ്. കുറച്ച് കാര്യങ്ങൾ വേണം ഞാൻ ഈ കണ്ടെത്തിയ ഭൂമിയിൽ കേസുണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഒരു മിനിറ്റ് സാർ, അദ്ദേഹം എവിടെയുള്ള ആളാണെന്ന് അറിയില്ല. കാരണം ഞങ്ങൾ ചൂരോലും ഉണ്ടാക്കി അദ്ദേഹത്തെ കണ്ടില്ല. അപ്പോൾ ഞങ്ങളുടെ അഭിപ്രായത്തിന് അദ്ദേഹത്തിന് വില കിട്ടുന്നതാണ്. പിന്നെ എന്താ സാർ ചോദിച്ചത്? കേസില്ലാത്ത ഭൂമി കണ്ടെത്തേണ്ടിയിരുന്നോ? ഇപ്പോൾ കണ്ടെത്തിയ കൽപ്പറ്റയിലെ എൽസ്റ്റോൺ ആണെങ്കിലും ശരി, നെടുമ്പാല എസ്റ്റേറ്റ് ആണെങ്കിലും കേസിൽപ്പെട്ടിരിക്കുകയാണ്. സാറ് ഇവിടെ കൂടുതൽ എസ്റ്റേറ്റുകളാണുള്ളത്. അത് ഏത് എസ്റ്റേറ്റ് പോയാലും കേസ് വരും. ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഞങ്ങൾക്ക് ഏറ്റെടുക്കുക. അതിപ്പോൾ പ്രത്യേകിച്ച് കൽപ്പറ്റയാണെങ്കിൽ എല്ലാവർക്കും ഓക്കെയാണ്. കാരണം ടൗണിന് അടുത്താണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പഠിക്കാൻ കാര്യങ്ങൾക്ക് സൗകര്യമുള്ള ഹോസ്പിറ്റലാണ്, മറ്റു കാര്യങ്ങളും. അപ്പോൾ എൽസ്റ്റേറ്റാണ് ഏറ്റവും അനുയോജ്യം. പിന്നെ നെടുമ്പാല എസ്റ്റേറ്റും. അതല്ല, ഇനി ഇത് രണ്ടിനും മറികടന്ന് പോകാൻ ഗവൺമെൻറ് ഇത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ എന്നുള്ളത് അടുത്ത സ്ഥലം ഏറ്റെടുക്കുകയാണെങ്കിൽ അതും ഓക്കെ. അത്